ഒരു മുംബൈയിൽ ബാലചന്ദ്രൻ ചെയ്ത കാര്യമറിഞ്ഞ് പൊട്ടിക്കരയുന്ന അലീനയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയോടൊപ്പം നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗൊക്കെ നടത്തി എൻജോയ് ചെയ്യുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ കൂടെയുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവർ രേവതിക്കുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞ് തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാലചന്ദ്രൻ എവിടേക്കാണ് പോയത് എന്ന് അലീന ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ ഗോവർദ്ധ മേനോനെ കണ്ട് പഴയ കഥകളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗംഗാധരമേനോട് സംസാരിക്കുമ്പോൾ അയാളാണെങ്കിൽ അധികമൊന്നും തുറന്നു പറയുന്നില്ല. അങ്ങനെയിരിക്കെ ബാലചന്ദ്രൻ തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നു. അതായത് ഗംഗാധരമേനോനെ ഞെട്ടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ബാലചന്ദ്രൻ്റെ കാലി പിടിച്ച് പോവരുതെന്ന് പറയുന്നു. ഒടുവിൽ അലീന പറഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിച്ച് ഗംഗാധരമേനോൻ അലീനയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അലീനയാണെങ്കിൽ ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോളെ സുരക്ഷിതമാക്കേണ്ടത് ഈ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഫോൺ വയ്ക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം തൻ്റെ യഥാർത്ഥ അച്ഛനെ തേടിയുള്ള യാത്രയാണെന്നറിയുമ്പോൾ അലീന ഒരുപാട് സങ്കടപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്ന് പൊട്ടിക്കരയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ